കർണാടകത്തിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി കൃഷിയിലേക്ക് തിരിഞ്ഞ ആലപ്പുഴ വെൺമണി സ്വദേശി രതീഷ് കൃഷിവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ കൃഷിയിലാണ് മികച്ച വിളവ് നേടിയത്. ആലപ്പുഴ വെൺമണി സ്വദേശി രതീഷ് കൃഷിയിൽ പിച്ചവെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ കുറഞ്ഞ കാലയളവിൽ രതീഷ് കൃഷിയുടെ പടവുകൾ ഏറെ കയറി കഴിഞ്ഞു. മഹാരാഷ്ട്രയിൽ കോൺട്രാക്ട് ജോലികൾ ചെയ്തു വരികയായിരുന്നു രതീഷ്. മറുനാടൻ ജീവിതം അടുത്ത ഇദ്ദേഹം പിറന്ന നാട്ടിലേക്ക് തിരിച്ചു വന്നു. സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ വിമുക്തഭടനായ പിതാവ് ഗോപിനാഥ പിള്ളയും കൂടെ കൂടി. ആദ്യം ആരംഭിച്ചത് പയർ കൃഷി. തുടക്കത്തിലെ തിരിച്ചടി, നട്ടപയർച്ചെടികൾ മുരടിച്ചു തുടങ്ങി. ആദ്യ കൃഷി തന്നെ പരാജയത്തിലേക്ക് നീങ്ങുമെന്ന ഘട്ടം വന്നപ്പോൾ രതീഷ് കൃഷിഭവനെ സമീപിച്ചു. കൃഷി ഓഫീസറുടെ നിർദ്ദേശത്താൽ പ്രശ്നങ്ങൾ പരിഹരിച്ചു. നല്ല വിളവ് ലഭിച്ചു. വളരെ ലാഭമാണ്. മറ്റേ പഴയ രീതിയിലേക്കുള്ള ഒരുപാട് വ്യത്യാസമാണ്. നേരത്തെ 3000 രൂപയ്ക്ക് കൂടുതൽ കറണ്ട് ചാർജ് വന്നിട്ടുണ്ട്. ഇപ്പം 1500 രൂപയ്ക്ക് കൂടുതലൊന്നും വരുന്നില്ല. എന്നുവെച്ചാൽ കുറച്ച് മാത്രം വെള്ളം വരുന്നുണ്ട്. മറ്റേ പൈപ്പ് വഴി ഒഴിക്കുമ്പോൾ ഒരുപാട് വേസ്റ്റേജ് ആയി പോകുന്നു. ഇപ്പം കൃത്യമായ രീതിയിലുള്ള വളവും വെള്ളവും ഇതിൻ്റെ മുട്ടിൽ വന്നു. വള്ളത്തിൻ്റെ ഇതും ചിലവും കുറഞ്ഞു. വളരെ ലാഭമായി ഈ കൃഷി. വിളവ് നല്ല വിളവ്. ആദ്യ കൃഷിയുടെ വിജയം രതീഷിന് ആവേശമായി. വീണ്ടും പയർ കൃഷി നടത്താൻ തീരുമാനിച്ചപ്പോഴാണ് ഒരു പരീക്ഷണം നടത്താൻ തയ്യാറാണോ എന്ന് കൃഷി ഓഫീസർ രതീഷിനോട് ചോദിച്ചത്. ഫോള, റീനു എന്നീ 2 വിത്തുകൾ ഒരേ പാടത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാനായിരുന്നു നിർദ്ദേശം. ഈ നിർദ്ദേശം രതീഷ് ഏറ്റെടുത്തു. കണിക ജലസേചന പദ്ധതി അഥവാ ഡ്രിപ്പ് ഇറിഗേഷൻ, കൃത്യത കൃഷി എന്നീ രീതികൾ അവലംബിക്കാനുള്ള കൃഷി വകുപ്പിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൃഷി നടന്നു. റീനു ആദ്യം പൂത്തു, കായ്ച്ചു. മികച്ച വിളവും ലഭിച്ചു. ഇതിപ്പോ ആദ്യത്തെ എടുത്ത് തുടങ്ങിയതേ ഉള്ളൂ. അതിന്റെ എത്ര ഒരു കൂടി എത്ര കിട്ടുന്ന നമ്മൾ ഇന്ന് എടുത്തതേ ഉള്ളൂ. ഇത് മറ്റേ പഴയ നമ്മുടെ നാടൻ പയറിനേക്കാളും ഏറ്റവും ലാഭകരമായ കൃഷിയാണ്. ദിവസങ്ങൾക്കുള്ളിൽ ഫോളയും കായ്ച്ചു. സാധാരണയിലധികം വലിപ്പമുള്ള പയർ ഫോളയിൽ നിന്ന് ലഭിച്ചു. നമ്മളതിന്റെ വ്യത്യാസം തന്നെ കണ്ടറിയാം. ഒരുപാട് ഇലച്ചില് ഇതില്ല ഈ റീനുവിന് ഇലച്ചിലേ ഇല്ല, ഒട്ടുമില്ല. പക്ഷെ ഫോള നല്ലപോലെ അങ്ങ് പറന്ന് പന്തലിച്ച് കയറിയേക്കുന്നത്. തമ്മിലൊരു 15 ദിവസത്തെ വ്യത്യാസമുണ്ട് ഫ്ലവർ ചെയ്യാൻ. ഫോള ഒരുപാട് താമസിച്ചാണ്. ഏകദേശം റീനുവിന്റെ ഇരട്ടി വലിപ്പമുണ്ട് ഫോളയ്ക്ക്. അപ്പൊ ഈ ഇരട്ടി വലിപ്പം ഇതിൽ നമുക്ക് എത്രമാത്രം നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ അവരൊക്കെ അങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് എത്രമാത്രം സ്വീകാര്യത കിട്ടുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞു തുടങ്ങിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ കുക്ക് ചെയ്ത് നോക്കിയപ്പോൾ വളരെ നല്ല കുക്കിംഗ് ക്വാളിറ്റി ഉണ്ടായിരുന്നു. ജൈവ കൃഷിയിൽ നടത്തിയ പരീക്ഷണം അങ്ങനെ വിജയമായി. ഇതോടെ രതീഷ് കുടുംബവും ആവേശത്തിലാണ്. ഒപ്പം കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും.